രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഫ്രാൻസിസ് ടവർ ഓട്ടുപാറ. ഫോൺ 9526267779. എല്ലാവർക്കും നമസ്കാരം. എനി ടൈം ന്യൂസിലെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെമ്മീൻ തീയലാണ് കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു നീർദോശ കാണിച്ചായിരുന്നു, അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇന്നിപ്പം ഞാനൊരു ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കുന്നത്. അതിനിപ്പം ആവശ്യമുള്ള സാധനങ്ങൾ, ചെമ്മീൻ ക്ലീൻ ആക്കിയത് ഒരു കിലോ ചെമ്മീനുള്ള ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. 1 കിലോ ചെമ്മീൻ, ഒരു വലിയ സവോള, പിന്നെ ഒരു വലിയ തക്കാളി. പിന്നെ നമുക്ക് വറുത്തരയ്ക്കാൻ, തീയലാവുമ്പോൾ എപ്പോഴും വറുത്തരയ്ക്കണമല്ലോ, അതിന് വേണ്ട സാധനങ്ങൾ ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയത്, പിന്നെ ഒരു 5 ചെറിയുള്ളി, പിന്നെ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് കാശ്മീരി ചില്ലി പിരിയമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു 4 എണ്ണം. അത് കളറ് കൂട്ടും. അതൊരു 4 എണ്ണം പിരിയമുളക്, പിന്നെ സാധാരണ ചുമന്ന മുളക് ഒരു 2 എണ്ണം എരിവിന് വേണ്ടിയിട്ട്. പിന്നെ മല്ലി, മുഴുവൻ മല്ലി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി. ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് തേങ്ങയും ചെറിയുള്ളിയും മല്ലിയും മുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇടും വറുത്തരയ്ക്കാൻ. പിന്നെ കുറച്ച് ഇഞ്ചി നുറുക്കിയത്, ഒരു 3 പച്ചമുളക്. പിന്നെ നമുക്ക് എല്ലാം കഴിയുമ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും, അതേപോലെ വറ്റൽമുളകും ചെറിയുള്ളിയും നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്, കോൽപ്പുളി. അതൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് ഒഴിക്കരുത്, ഫുള്ള് ഒഴിക്കരുത്. പുളി നമുക്ക് എത്ര ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു തക്കാളി ഇടുന്നുണ്ട്, അപ്പോൾ പുളി നോക്കിയിട്ട് എടുക്കുക എത്ര പുളിയാണെന്ന് വെച്ചാൽ. നമുക്ക് ആദ്യം ചെമ്മീൻ തീയലിലേക്ക് വറുത്തരയ്ക്കണം, തേങ്ങ വറുത്തരയ്ക്കണം. അതിന് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് തീയലിന് എപ്പോഴും. അപ്പം വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം. എന്നുവെച്ചാൽ അധികം ഒഴിക്കേണ്ട വറുത്തരയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇനിയും വെളിച്ചെണ്ണ സവോളയൊക്കെ വഴറ്റാൻ വേണ്ടി എടുക്കും. അപ്പം വെളിച്ചെണ്ണ ചൂടാവുമ്പം നമുക്ക് ആദ്യം ചെറിയുള്ളി ഒരു 5 എണ്ണം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അതിടാം. തേങ്ങ 1/2 കപ്പ്, പിന്നെ ഒരു കാശ്മീരി ചില്ലിയും നമ്മുടെ പിരിയമുളക് കേട്ടോ, അതും സാധാരണ മുളകും 2 എണ്ണം, മല്ലി ഒരു 3 ടേബിൾ സ്പൂൺ. ഞാൻ അളവ് നേരത്തെ പറഞ്ഞിരുന്നില്ല, അളവ്. പിന്നെ ഇതിൽ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. ഇതെല്ലാത്തിൻ്റെയും കൂടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ, ഇപ്പം ഞാൻ പറഞ്ഞ നീർദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ചെമ്മീൻ തീയൽ. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്മുടെ തേങ്ങയും മുളകൊക്കെ വറുത്തരയ്ക്കാനുള്ളത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയായാൽ മതി, ഒത്തിരിയും കൂടെ ആവണ്ട. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടായിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്കതിൽ ഒന്ന് തണുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അത് കുറച്ചൊന്ന് തണുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം, തീയലിനൊക്കെ അരയ്ക്കുന്ന പോലെ. ഇപ്പോൾ മിക്സിയിൽ ഞാൻ അരച്ചെടുത്തു. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തരിതരിപ്പ് വരും. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയലുണ്ടാക്കാൻ തുടങ്ങാം. ഇതിപ്പം തീയലുണ്ടാക്കാൻ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നാടൻ വിഭവമല്ലേ, അപ്പോൾ നമുക്ക് നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച്, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഓയിൽ കുറവ് മതിയെന്ന് വെച്ചാൽ അത്ര കുറച്ചും കൂടെ കുറച്ചാൽ മതി. പക്ഷെ അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും ഒഴിക്കണം, സവോള വഴറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കടുക് പൊട്ടി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു സവോള ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ, അത് അതിലോട്ട് ഇടുന്നുണ്ട്. ഇത്
ഇതിലോട്ട് തന്നെ ചെറുതായിട്ട് അരിച്ചു വെച്ച ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, സവോള ഒന്ന് വഴലുമ്പോൾ നമുക്ക് ഈ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ തക്കാളി കൂടെ ചേർക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് ഉപ്പിടാം. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ആ പച്ചപ്പൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതിന് ശേഷം തക്കാളി ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയത്, തക്കാളി സവോളയും നല്ലോണം വഴഞ്ഞ് കിട്ടണം കേട്ടോ. നല്ലോണം പച്ചപ്പൊക്കെ മാറിയിട്ട് തക്കാളി നല്ല കുറച്ചൊരു പേസ്റ്റ് പോലെ ആവണം. തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാൻ വേണമെങ്കിൽ നമുക്ക് കേട്ടോ. തക്കാളി നല്ലോണം വഴണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തത് കുറച്ച് അത്ര പഴുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഈ കളറ്. നല്ല പഴുത്ത തക്കാളി എടുത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിൽ ഇനി ഒരു 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് കേട്ടോ, നടുമുറിച്ചിട്ട് ഇടുക. പിന്നെ കറിവേപ്പില ഒരു തണ്ടിടുക. അതും കൂടെ ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പം മുളകൊന്ന് വാടിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചില്ലേ തേങ്ങ, ആ അരച്ച കൂട്ട് ഇതിലോട്ട് ഇടാണ് കേട്ടോ. ഈ മിക്സിയിലുണ്ടാവും, അത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും ചാറായിട്ട് ഒഴിക്കാം ഇതിലോട്ട്. ഈ അരപ്പൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വഴറ്റാം. അതിന് ശേഷം പിന്നെ മിക്സിയിൽ ഇപ്പോൾ നേരത്തെ അരച്ചില്ലേ, അത് വെള്ളമാക്കിയിട്ട് വെള്ളം ഒഴിച്ചൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ചാറും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ആക്കിയെടുക്കാൻ പറ്റും. മതി വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കാം. ഇതിപ്പം തിളച്ച് വരുമ്പോഴാണ് ചെമ്മീൻ ഇടേണ്ടത് കേട്ടോ. ഈ അരപ്പൊന്ന് തിളയ്ക്കുക. അപ്പോൾ ഉപ്പിടാം പാകത്തിന്, ചാറിലേക്ക് പാകത്തിന് ഉപ്പിടാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക കല്ലുപ്പാണ്. കല്ലുപ്പിനാണ് എപ്പോഴും മീൻ കറിയിലൊരു പ്രത്യേക ടേസ്റ്റ് പൊടിയുപ്പിനെക്കാട്ടും. അപ്പം കല്ലുപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ അളവനുസരിച്ച്, അതിനൊരു കണക്കില്ല, നോക്കിയിട്ടിടാം. കുറച്ചിട്ടാൽ മതി. കല്ലുപ്പാകുമ്പം പെട്ടെന്ന് ഉപ്പ് കൂടും. ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കഴുകി വെച്ച ക്ലീനാക്കിയ ചെമ്മീനിടാം. 1 കിലോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീൻ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും, അപ്പോൾ കുറച്ചും കൂടെ ചാറ് വരും. ഇപ്പോൾ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചില്ലേ പുളി, അത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒഴിച്ചാൽ പുളി കൂടും. ഇപ്പോൾ 1 സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ ഇത് തിളച്ചതിന് ശേഷം പുളി നോക്കിയതിന് ശേഷം വേണമെന്ന് വെച്ചാൽ പിന്നെ ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ആ പുളി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെമ്മീനിപ്പം
ഞാൻ മൂടി വെച്ച് അപ്പോൾ തന്നെ അധികം അല്ല ഒന്ന് തിളച്ചപ്പോൾ തന്നെ തുറന്നു. അത് വെന്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചെമ്മീൻ ഒരുപാട് നേരം വേവിക്കണം കണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിലൊക്കെ. പക്ഷേ ചെമ്മീൻ കുറച്ച് വേവേ ഉണ്ടോ. ചൈനീസ് ഐറ്റംസിലൊക്കെ ഒരു തീ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെമ്മീനിട്ട് ഒന്ന് ഇളക്കി അപ്പം തന്നെ എടുക്കും. അപ്പോഴാണ് അതിനൊരു ചെറിയ സ്വീറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വേവിക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കില്ലേ കറി. ചെമ്മീൻ കുറച്ച് വേവേ വേണ്ടു കേട്ടോ, ഇത്തിരി ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വെള്ളം പിന്നെ ചേർത്തിട്ടില്ല. ആ ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. ആ ചാറ് മതി തിക്കായിട്ട്. നിങ്ങൾക്കൊന്നും കൂടെ വറ്റിക്കണമെങ്കിൽ പെട്ടെന്ന് വറ്റിക്കാം. പക്ഷെ അധികം ഇട്ടിട്ട് വേവിക്കാത്തതാണ് നല്ലത്. അപ്പം ഇനി ഇതിൽ കുറച്ച് ഒരു ചെറിയൊരു 1/2 സ്പൂൺ ഷുഗറും കൂടെ ചേർക്കാം. ഇപ്പോഴും തീയല്ല ഒരു ചെറിയ മധുരം, അതുകൊണ്ട് മധുരം വരുന്നില്ല. എല്ലാവരും വിചാരിക്കും പഞ്ചസാര ഇട്ട് ഞാൻ മധുരിക്കുന്ന കറി. മധുരിക്കില്ല. ആ പുളി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1/2 സ്പൂൺ ഷുഗറും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. ചാറൊക്കെ തിക്നെസ് ഉണ്ട്, നല്ല തിക്നെസ് ഉണ്ട്. ഞാൻ ഇത്രയൊരു ചാറിലെടുക്കാറ്. നിങ്ങൾക്ക് വറ്റിക്കണമെന്ന് വെച്ചാൽ ഇനി വറ്റിക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇപ്പം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുക് ഞാൻ നേരത്തെ പൊട്ടിച്ച കാരണമായിട്ടോ ഇപ്പോൾ പൊട്ടിക്കാത്ത. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പൊട്ടിച്ച പോലെ നിങ്ങൾക്ക് ആദ്യം പൊട്ടിക്കാം തീയൽ ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഇപ്പം ചെറിയ ഉള്ളി അരിഞ്ഞതൊരു 4-5 എണ്ണം ഉണ്ട്. പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും കൂടെ കാച്ചി അതിലിടും. നമ്മൾ ഉള്ളി താളിച്ച് ചേർക്കില്ലേ, ഉള്ളി ചേർക്കണതാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കേട്ടോ തീയലിൻ്റെ. ഇപ്പം ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 3 വറ്റൽമുളക്, ഉണക്കമുളക് നടുപൊട്ടിച്ചിട്ടാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില. കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റിൽ തീ ഓഫാക്കിയതിന് ശേഷം കേട്ടോ കുറച്ച് മുളക് പൊടി, ഞാനെപ്പോഴും കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ കളറിനും ഒരു നല്ലൊരു മണം വരും കറിക്ക്. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് തീ ഓഫാക്കിയതിന് ശേഷം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ ടേസ്റ്റ് വരും കറിക്ക്. ഒരു മണം വരും ഇതിലിടുമ്പം, മുളക് പൊടി വറുത്തതിൻ്റെ. അതാവുമ്പം നമുക്കത് തീയലിലോട്ട് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി, ഉണക്കമുളക് ഇതിൽ അരച്ചൊഴിച്ച കാരണം ഇത്രയും കളർ കേട്ടോ തീയലിന്. അല്ലെങ്കിൽ തീയലിന് സാധാരണ ഒരു ബ്രൗൺ കളർ ഉണ്ടാവുക, ഇപ്പോൾ ഒരു ചെറിയ റെഡിഷ് കളറാണ്. ആ കളറും കൂടെ വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ കാച്ചി വെച്ചിട്ട് നല്ല അടിപൊളി ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെമ്മീൻ തീയൽ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എന്തായാലും വീട്ടിലെല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ്. എന്തിൻ്റെയും കൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറോ ചപ്പാത്തിയോ പിന്നെ നീർദോശയോ ഒക്കെ ഉണ്ടാക്കി നോക്കുക, വീട്ടിലെല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകം കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ബൈ. രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട, ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779.